ഏതെല്ലാം ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതെങ്കിലും നമ്മൾ ഹൃദയം കൊണ്ട് അനുദപിച്ച് കർത്താവിങ്കിലേക്ക് തിരിയാൻ തയ്യാറായാൽ, വചനം പറയുന്നു, ഒരൊറ്റ നിമിഷം കൊണ്ട് കർത്താവ് തന്റെ കോപം പിൻവലിക്കും. ഒറ്റ നിമിഷത്തേക്കേ ഉള്ളൂ, നിമിഷ നേരം കൊണ്ട്. അങ്ങനെയാ പറയുന്നത്, കർത്താവിന്റെ കോപം നിമിഷ നേരത്തേക്കേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ തമ്പുരാൻ എപ്പോഴും നമ്മളോട് കരുണ കാണിക്കാൻ ആഗ്രഹിക്കുന്നവനാണ്. കർത്താവിന്റെ സ്വഭാവത്തിൽ ഉള്ളതല്ല കോപം, അത് സ്ഥായിയായ സ്വഭാവമല്ല. സ്നേഹമാണ്, കരുണയാണ് തമ്പുരാനിൽ നിലനിൽക്കുന്ന സ്വഭാവം. അപ്പൊ ഈ കാരുണ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ, ഈ സ്നേഹത്തിലേക്ക് നമ്മളെ എത്തിക്കാനാണ് കർത്താവ് ശിക്ഷണ വിധേയരാക്കുന്നത്, കോപിക്കുന്നതൊക്കെ. എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ ദൈവ കാരുണ്യം അനുഭവിക്കാനാണ്. അപ്പോ അനുഭവിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ചുമ്മാ ഹൃദയം കൊണ്ട് അനുദപിച്ച് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാനസാന്തരത്തിന് തയ്യാറാകുമ്പോ ആ ക്ഷണം, ആ സമയം കർത്താവ് തന്റെ കോപം പിൻവലിക്കും. നമ്മുടെ മേൽ ചൊരിയുമെന്ന് പറഞ്ഞ ശിക്ഷ കർത്താവ് പിൻവലിക്കും. ചിലരൊക്കെ ചാരം പൂശി ചാക്കൊടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ ആ ജനത്തിന്റെ മേൽ കർത്താവ് നൽകുമെന്ന് പറഞ്ഞ ശിക്ഷ കർത്താവ് പിൻവലിച്ചു. ഓ, നമ്മുടെ മേൽ കടന്നു വരാൻ സാധ്യതയുള്ള ഇപ്പോൾ അനുഭവിക്കുന്ന ശിക്ഷണത്തെക്കാളും ഉപരിശിക്ഷണത്തിലേക്കും വേദനകളിലേക്കും നമ്മൾ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഉഗ്രമായ കർത്താവിന്റെ കോപത്തിന് നമ്മൾ വശംവദരാകുന്നത്, നമ്മൾ അനുദപിക്കാൻ, പാപമേറ്റു പറയാൻ, കർത്താവിന്റെ കാരുണ്യത്തിൽ ആശ്രയിക്കാൻ, ദൈവത്തെങ്കിലേക്ക് തിരിയാൻ വിസമ്മതിക്കുന്നതുകൊണ്ട്. ഇതാണ് അതിന്റെ ആത്മീയ മർമ്മം. കർത്താവ് നമ്മളോട് എപ്പോഴും കോപിക്കുന്നില്ല. കർത്താവ് സ്നേഹമാണ്. കർത്താവ് ഇങ്ങനെ അവന്റെ സ്നേഹത്തിൽ ഇങ്ങനെ തലോടിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് നമ്മൾ പുറംതിരിഞ്ഞിരിക്കുമ്പോൾ ഒറ്റടി തരും. അപ്പൊ നമ്മൾ തിരിഞ്ഞിരുന്നു. കർത്താവ് കോപിക്കുന്നത് എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ, ഒറ്റടിയേ ഉള്ളൂ. അപ്പൊ നമ്മൾ തിരിഞ്ഞു നോക്കും. അപ്പൊ ഓക്കെ, തീർന്നു. വീണ്ടും കർത്താവ് തലോടാം. ഇടയ്ക്ക് നമ്മുടെ ഇങ്ങനെ ശ്രദ്ധ പോകുമ്പോ തമ്പുരാൻ ഒരടി കൊടുക്കും. നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞുകൊണ്ടിരുന്നെയും ഒറ്റടി കൊടുക്കും. അപ്പയും തിരിഞ്ഞു കഴിഞ്ഞു. പിന്നെ ശ്രദ്ധ പോകുമ്പോഴേ അടിക്കുള്ളൂ. അടിച്ചുകൊണ്ടിരിക്കുകയല്ല, പടപടപടന്ന് അടിച്ചുകൊണ്ടിരിക്കും. ഇല്ല എന്ന് പറയുന്ന പോലെയാണ് കർത്താവിങ്കിലേക്ക് നമ്മുടെ ശ്രദ്ധ എത്തിക്കാൻ, നമ്മുടെ ആത്മാവിന്റെ തിളക്കം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താൻ, നമ്മുടെ ആത്മാവിന്റെ വിശുദ്ധീകരണത്തിന് എവിടെയോ ഒരു പാകപ്പിഴ സംഭവിക്കുന്നുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താനുള്ള ദൈവിക ആലോചനയുടെ പദ്ധതിയാണ് ദൈവകോപം. അപ്പൊ അതേക്കുറിച്ച് നമ്മൾ ആരും ടെൻഷൻ അടിക്കണ്ട. കർത്താവ് കോപിക്കുന്നതില് വളരെ ശാന്തനാണ്, സാവധാനം എന്നൊക്കെ പറഞ്ഞ് വചനം തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതേക്കുറിച്ചൊന്നും നമ്മൾ ആകുലപ്പെടേണ്ടതില്ല. ഇനി ആകുലപ്പെടേണ്ട ഒരു വിഷയത്തെ കുറിച്ച് തൊട്ട് താഴെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടത്തെ പ്രസാദം ആജീവനാന്തം നിലനിൽക്കുന്നു. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം. ശ്രദ്ധിച്ചോ, നല്ല വചനമാണ്. എന്നാൽ പ്രഭാതത്തോടെ സന്തോഷത്തിന്റെ വരവായി. രാത്രിയിൽ വിലാപമുണ്ടായേക്കാം, എന്നാൽ പ്രഭാതമാകുന്നതോടെ സന്തോഷത്തിന്റെ വരവായി എന്ന് പറഞ്ഞാൽ ഒരു സങ്കടവും നിലനിൽക്കുന്നതല്ല, ഒരു വേദനയും നിലനിൽക്കുന്നതല്ല. കർത്താവിന്റെ കോപം പോലെ തന്നെയാണ് ഇത് നിലനിൽക്കുന്നതല്ല. നിന്റെ രാത്രിയുടെ യാമങ്ങളിലുള്ള സങ്കടങ്ങൾ പ്രഭാതമാകുമ്പോൾ സന്തോഷമാകുന്ന കർത്താവ് പറയുന്നത്. അതായത് കർത്താവിന്റെ പ്രകാശത്തിലേക്ക് ഈ അന്ധകാരത്തിൽ നിന്നും നീ പുറത്തു വരുമ്പോ അതാനന്ദമായിട്ട് സന്തോഷമായിട്ട് മാറും. ഇരുട്ടിന്റെ അന്ധകാരത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ക്രിസ്തുവാകുന്ന പ്രകാശത്തിലേക്ക് നീ എത്തുമ്പോ, இந்த അന്ധകാരത്തിന്റെ ആഴിയിൽ ആണ്ടുപോയപ്പോൾ നീ അനുഭവിച്ച വേദനകള്, ദുഃഖങ്ങള്, സങ്കടങ്ങളൊക്കെ പ്രഭാതത്തിന്റെ ക്രിസ്തുവിന്റെ പ്രകാശം അടിക്കുമ്പോ അതാനന്ദമായി മാറും.